നമസ്കാരം. നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ലക്ഷ്യം വയ്ക്കുന്നത് 400 സീറ്റോടുകൂടിയുള്ള ഒരു തുടർ ഭരണമാണ്. അതിന് പലതരത്തിലുള്ള തന്ത്രങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും ബി.ജെ.പി. കഴിഞ്ഞ കുറേ മാസങ്ങളായി നടത്തി വരുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ദക്ഷിണേന്ത്യ പിടിക്കുക എന്ന ബി.ജെ.പിയുടെ നയം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കർണാടക ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ബി.ജെ.പിക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനമില്ല. ഈ സംസ്ഥാനങ്ങളിൽ പലതിലും ബി.ജെ.പിക്ക് അക്കൗണ്ട് തുറക്കാൻ പോലും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സാധ്യത ദക്ഷിണേന്ത്യയിലുണ്ട് എന്നതാണ് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റും അതോടൊപ്പം തന്നെ ദക്ഷിണേന്ത്യയിലേക്ക് ആകർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകവും. ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തെ ബി.ജെ.പിക്ക് അനുകൂലമായി തിരിക്കാനുള്ള എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ബി.ജെ.പി. ഈ സംസ്ഥാനങ്ങളിൽ നടത്തുന്നുണ്ട്. എന്നാൽ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ സാന്നിധ്യമായി മാറാൻ ബി.ജെ.പിക്ക് സാധിക്കും എന്നതിൻ്റെ ആദ്യ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏറ്റവും പുതിയ അഭിപ്രായ സർവേകൾ പ്രകാരം ബി.ജെ.പിക്ക് ദക്ഷിണേന്ത്യയിൽ വലിയ വേരോട്ടമുണ്ടാകും എന്നതാണ്. പല സംസ്ഥാനങ്ങളിലും ബി.ജെ.പി. ശക്തമായ സാന്നിധ്യം അറിയിക്കുകയും സീറ്റുകൾ വാരിക്കൂട്ടുകയും ചെയ്യും എന്നാണ് ഈ സർവേ ഫലം സൂചിപ്പിക്കുന്നത്. ടൈംസ് നൗ അഭിപ്രായ സർവേയിലാണ് ഏറ്റവും പുതിയ ദക്ഷിണേന്ത്യയുടെ രാഷ്ട്രീയ ചിത്രം പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ആന്ധ്രാപ്രദേശാണ് ആദ്യമായി ഈ സർവേയിലുള്ളത്. ആന്ധ്രാപ്രദേശിൽ പതിവ് പോലെ തന്നെ അവിടെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. വൈഎസ്ആർ കോൺഗ്രസ് 21 സീറ്റ് മുതൽ 22 സീറ്റ് വരെ വൈഎസ്ആർസിപിക്ക് ലഭിക്കും. ആന്ധ്രാപ്രദേശ് മുഴുവൻ വൈഎസ്ആർ കോൺഗ്രസ് തൂത്തുവാരും എന്ന് തന്നെയാണ് ഈ സർവേ ഫലം സൂചിപ്പിക്കുന്നത്. തെലുങ്കുദേശം പാർട്ടിക്ക് 3 മുതൽ 4 സീറ്റ് വരെ ലഭിച്ചേക്കാം എന്നാണ് ഇതിൻ്റെ സർവേ ഫലം. കഴിഞ്ഞ തവണത്തെ പോലെ ബി.ജെ.പിക്ക് ഇത്തവണയും ആന്ധ്രാപ്രദേശിൽ ഈ സർവേ ഫലങ്ങൾ സീറ്റ് പ്രവചിച്ചു കാണുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ സംസ്ഥാനമായ കർണാടകയിൽ സീറ്റ് തൂത്തുവാരുന്നത് മുഴുവൻ പക്ഷേ ബി.ജെ.പി. ആണ് എന്നുള്ളതാണ്. 21 മുതൽ 23 സീറ്റുകൾ വരെയാണ് കർണാടകയിൽ ബി.ജെ.പിക്ക് ലഭിക്കുക. ആകെ സീറ്റുകൾ ആ സംസ്ഥാനത്ത് 28 കോൺഗ്രസിന് 4 മുതൽ 6 സീറ്റുകൾ വരെയും ജനതാദൾ സെക്കുലറിന് 1 മുതൽ 2 സീറ്റുകൾ വരെയുമാണ് ഈ സർവേ പ്രവചിക്കുന്നത്. ഈ കർണാടകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി.ജെ.പി. അവിടെ 28ൽ 23 സീറ്റുകളും നേടുന്നു, പരമാവധി സീറ്റുകൾ നേടുന്നു എന്നുള്ളതാണ്. ഇവിടെ ബി.ജെ.പി. ജനതാദൾ എസുമായി അവിടെ രാഷ്ട്രീയ സഖ്യമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും സീറ്റുകളുടെ എണ്ണം ഇനിയും വർദ്ധിക്കാനും കോൺഗ്രസിൻ്റെ നില കൂടുതൽ കർണാടകത്തിൽ പരിതാപകരമാകാനും സാധ്യതയുണ്ട്. കേരളത്തിലേക്ക് വന്നാൽ ബി.ജെ.പിക്ക് 0 മുതൽ 1 സീറ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ ഈ സർവേ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിന് 8 മുതൽ 10 സീറ്റ് വരെയും CPIM-ന് 6 മുതൽ 8 സീറ്റ് വരെയും മറ്റുള്ളവർക്ക് 1 മുതൽ 2 സീറ്റ് വരെയുമാണ് ഇവിടെ പ്രവചിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനമായ തെലങ്കാനയിലും ബി.ജെ.പി. കൃത്യമായ മുന്നേറ്റം നടത്തുന്നുണ്ട്. BRS അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ വരെ സംസ്ഥാനം ഭരിച്ചിരുന്ന BRS ഭാരത് രാഷ്ട്ര സമിതിക്ക് 1 മുതൽ 3 സീറ്റുകൾ വരെയാണ് ഈ സർവേയിൽ പ്രവചിച്ചിരിക്കുന്നത്. ബി.ജെ.പിക്ക് 4 മുതൽ 6 സീറ്റുകൾ വരെ പ്രവചിക്കുന്നു. കോൺഗ്രസിന് 8 മുതൽ 10 സീറ്റുകൾ വരെയാണ്. അവിടെ AIMIM-ന് 2 സീറ്റുകൾ സർവേ പ്രവചിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനമായ തമിഴ്നാട്ടിൽ DMK തന്നെയാണ് ഇപ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. 21 മുതൽ 22 സീറ്റുകൾ വരെയാണ് DMKയ്ക്ക് സർവേ പ്രവചിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ അവർ നേടിയ സീറ്റായ 38 എന്ന എണ്ണം താരതമ്യം ചെയ്താൽ വലിയ ഒരു രാഷ്ട്രീയമായ തിരിച്ചടി ലഭിക്കുന്ന പാർട്ടി DMK ആണ്. അവിടെ ബി.ജെ.പി. 2 മുതൽ 6 സീറ്റുകൾ വരെ നേടുമെന്നാണ് ഈ സർവേ ഫലം സൂചിപ്പിക്കുന്നത്. അതായത് പരമാവധി 6 സീറ്റുകൾ വരെ ബി.ജെ.പി. നേടിയാൽ 0-ൽ നിന്നും 6-ലേക്കാകും ബി.ജെ.പി. ആ സംസ്ഥാനത്ത് ഉയരുക. കോൺഗ്രസിന് 5 മുതൽ 7 സീറ്റുകൾ വരെയാണ്. AIADMKയ്ക്ക് 1 മുതൽ 3 സീറ്റുകൾ വരെയാണ് ഈ സർവേ പ്രവചിക്കുന്നത്. ഈ സർവേ ഫലങ്ങൾ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചന എന്നത് ഈ 104 സീറ്റുകളാണ് ആകെ
ഈ 5 സംസ്ഥാനങ്ങളിലായി ഉള്ളത്. അതിൽ 36 സീറ്റുകൾ BJP പരമാവധി നേടിയേക്കാം എന്നാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത്. ഇതിൽ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, കർണാടക നിയമസഭയെ സംബന്ധിച്ചിടത്തോളം BJP ഇപ്പോഴും നിർണായക ശക്തിയായി തുടരുകയാണ് കർണാടക സംസ്ഥാനത്ത് എന്നതിൻ്റെ സൂചനയാണ്. കാരണം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് BJPക്ക് കർണാടകത്തിൽ ഭരണം നഷ്ടപ്പെട്ടത്. ആ ഭരണം നഷ്ടപ്പെട്ടിട്ട് പോലും മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താരമാകുന്നത് BJP തന്നെയാണ്. ഭരണകക്ഷിയായ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ തകർന്നടിയുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യതയാണ് ഈ സർവേ ഫലമനുസരിച്ച് കാണുന്നത്. മൂന്നാമത്തേത് തെലങ്കാനയിലുള്ള മുന്നേറ്റമാണ്. തെലങ്കാനയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റുകളാണ് BJPക്ക് ഉണ്ടായിരുന്നതെങ്കിൽ BJP അത് 6ആയി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നാലാമത്തെ കാര്യം. തമിഴ്നാട്ടിൽ BJP പരമാവധി 6 സീറ്റുകൾ വരെ നേടുമെന്നുള്ളതാണ്. 0-ൽ നിന്നാണ് 6 സീറ്റിലേക്ക് BJP ഉയരുന്നത് എന്നോർക്കണം. അവിടെ തമിഴ്നാട്ടിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയുടെ നേതൃത്വത്തിൽ ശ്രദ്ധേയമായ പ്രചരണമാണ് നടക്കുന്നത്. തമിഴ്നാട് പിടിച്ചടക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നിരവധി തവണ തമിഴ്നാട്ടിൽ സന്ദർശനം നടത്തി. DMKക്ക് 38, AIADMKക്ക് 1 സീറ്റ് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ തവണത്തെ സീറ്റ് നില. എന്നാൽ 38-ൽ നിന്നും 22-ലേക്ക് തമിഴ്നാട്ടിൽ DMK നിലം പതിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. BJP 6 സീറ്റിലേക്ക്, 0-ൽ നിന്നും 6 സീറ്റിലേക്ക് ഉയരുന്നു. അവിടെയും BJPക്ക് താഴെയാണ് AIADMKയുടെ സീറ്റ് നില എന്നോർക്കണം. 1 മുതൽ 3 സീറ്റുകൾ വരെയാണ് ഈ സർവേ ഫലം AIADMKക്ക് കൽപ്പിക്കപ്പെടുന്നത്. AIADMK BJPയുടെ ഘടകകക്ഷിയായിരുന്നു. എന്നാൽ മാസങ്ങൾക്ക് മുന്നേ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം AIADMK BJP സഖ്യം വിട്ടിരുന്നു. അങ്ങനെ സഖ്യം വിട്ട AIADMKക്ക് വലിയ തിരിച്ചടി ലഭിക്കാൻ പോകുന്നു. BJPക്കും താഴെയായി നമ്പർ ക്ലോസ് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് AIADMK മാറുകയാണ്. ഇതാണ് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും പുതിയ സർവേ ഫലം അനുസരിച്ചിട്ടുള്ള രാഷ്ട്രീയ സൂചനകൾ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.